നമസ്കാരം. സൂമിംഗ് ലെൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിപ്പം മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള കോഹിനൂർ എന്ന സ്ഥലത്തുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഈ റോഡ് സൈഡിൽ, ഹൈവേ സൈഡിൽ ഒരു 4-5 വീട്ടുകാരുണ്ട്. ഈ 4-5 വീട്ടുകാരുടെ വീടിൻ്റെ നേരെ മുൻവശത്തായിട്ടാണ് ഈ ഒരു ആനവാരി പോലെ ഇത്രയും വലിയൊരു കുഴി കുഴിച്ചിട്ട് നീളത്തിൽ കിടക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇത് ഒരു 2 ആഴ്ച കൂടുതലായി ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. മാത്രമല്ല ഇത് ഇത്രയും താഴ്ചയിൽ, ഇത് എന്താണെന്ന് വെച്ചാൽ ഹൈവേയുടെ ഒരു സർവീസ് റോഡാണ് ഇതിലെ വരാൻ പോകുന്നത്. ഇത് ഇത്രയും 2 മീറ്ററോളം താഴ്ചയിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു സ്കൂട്ടറെങ്കിലും ഇല്ലാത്ത ഒരു വീട്ടുകാർ വളരെ കുറവാണ്. കാരണം ഇതുപോലെ തിരക്ക് പിടിച്ച ജീവിതത്തിലൊരു വാഹനമില്ലാതെ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മുടെ അവനവൻ്റെ വീട്ടിലേക്ക് അവനവൻ്റെ ഒരു വാഹനം കടത്തി വെക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഈ ഹൈവേ സൈഡിലെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വാഹനം കടത്തി വെക്കാൻ പോകുന്നത് പോയിട്ട് നമ്മളിത് എവിടെ കൊണ്ടുപോയി വെക്കും? ഈ രാത്രി സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വാഹനം എവിടെ പോയിട്ട് എടുക്കും? ഇനി വാഹനം കടക്കുന്നത് പോകട്ടെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ വീട്ടിലേക്ക് ഒന്ന് നടന്ന് കയറാൻ, ഹൈവേയിൽ നിന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വളഞ്ഞിട്ട് വന്നിട്ട് വേണം കയറാൻ. പെട്ടെന്നാണെങ്കിൽ പോലും രാത്രി ഓർമ്മയില്ലാതെ നമ്മൾ ഇങ്ങോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ ഈ കുഴിയിലേക്ക് വരും. ഇപ്പോൾ ഹൈവേ വരണം, വികസനം വരണം, ശരിയാണ്. നമ്മളാരും വികസന വിരോധികളൊന്നുമല്ല. പക്ഷേ ഈ വികസനം വരുന്ന സമയത്ത് നമ്മളെ എന്താ പറയുക, സഹജീവികളെ ഉപദ്രവിക്കാത്ത രീതിയിൽ വേണ്ടേ? നമുക്ക് അങ്ങോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാ നിങ്ങൾക്കിപ്പോൾ ഒരു ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്, നാട്ടുകാർ പ്രതിഷേധത്തിൽ. ഇത്രയും 2 മീറ്റർ താഴ്ചയിൽ ഇങ്ങനെ സർവീസ് റോഡ് വരുന്നതിനെതിരായിട്ടാണ് ഇത്രയും വീട്ടുകാർ ബുദ്ധിമുട്ടാവുന്നത്. കാരണം എങ്ങനെയാണ് വീട്ടിലേക്ക് ഇത്രയും താഴ്ചയിലേക്ക് എങ്ങനെ റോഡിലേക്ക് ഇറങ്ങും? ഗേറ്റ് തുറക്കുന്നത് തന്നെ ഈ കുഴിയിലേക്കാണ്. ഇപ്പോൾ ഹൈവേ നമുക്ക് മനസ്സിലാക്കാം, കയറ്റിറക്കങ്ങളില്ലാതെ വളവുകളില്ലാതെ പോകുന്നത് ഹൈവേ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ സർവീസ് റോഡും ഇത്രയും താഴ്ത്തി കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അവർ തുടങ്ങിയ പണി പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഇത് നമ്മളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് ഇവർ. പിന്നെ മറ്റൊരു കാര്യം, ഈ സർവീസ് റോഡിലേക്ക് നമ്മളിപ്പോൾ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി ഇറക്കേണ്ടത്, അതിനുള്ള സൗകര്യം അവർ ചെയ്തു തരുമോ എന്നൊന്നും നമുക്കറിയില്ല. അവരൊന്നിനും വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയൊന്നും നമുക്ക് തന്നിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ വാഹനം കയറ്റേണ്ടത് എന്നുള്ളത്. സത്യത്തിൽ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊടി കൊണ്ട് അഭിഷേകമാണ്. അപ്പോൾ നമ്മൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും ആകെ പൊടിയിൽ കുളിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വാഹനമുള്ള ആളുകൾ പെട്ടെന്ന് അവനവൻ്റെ വാഹനം എടുത്ത് വേഗം അങ്ങോട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നോക്കുക. പക്ഷേ ആ വാഹനം നമുക്ക് കയറ്റി വയ്ക്കാൻ നിർവാഹമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കുഴിക്കകത്ത് കാണുന്ന ഈ ഒരു സ്ലാബിൻ്റെ ലെവലിലാണ് സർവീസ് റോഡ് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പാണമ്പ്ര വളവിലേക്കുള്ള കാഴ്ചയാണ്. നമ്മുടെ പ്രശസ്ത നടൻ ജഗതി ശ്രീകുമാറിന് ആക്സിഡൻ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ ദൂരെ കാണുന്നത്.
ഇവിടെ നീല ഷീറ്റിൽ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുള്ള കാണുന്നത് ഈ ഹൈവേ വികസന അതോറിറ്റിയുടെ ഈ ഒരു ടെൻഡർ എടുത്തിട്ടുള്ള അവരുടെ KNRCL അവരുടെ ഒരു പ്രവർത്തന മേഖല ആണ് അവിടെയാണ് അവർ ക്യാമ്പ് ചെയ്തിട്ട് ജോലികളെല്ലാം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തുള്ള വീടുകളുടെ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണിത്. എത്രമാത്രം ആഴത്തിലാണ് ഈ കുഴി എന്നുള്ളത്. ഈ സൈഡിലൂടെ അങ്ങനെ നടന്നു പോകാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇതിനോടനുബന്ധിച്ചുള്ള ഓഫീസിൽ പോയിട്ട് നമ്മുടെ പരാതിയും പ്രതിഷേധവും നേരിട്ട് അറിയിച്ചിട്ടും വേണ്ടപ്പെട്ടവർ അതിന് പുല്ല് വില പോലും കൽപ്പിച്ചിട്ടില്ല. ഇപ്പോഴാ കുഴിക്കകത്ത് കാണുന്ന ആ സ്ലാബിൻ്റെ ഒരു ലെവലിലാണ് സർവീസ് റോഡ് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോ എടുത്തത് ഇന്ന് രാവിലെയാണ്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, അവർ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല. ഇപ്പോൾ അതാ വളരെ ത്വരിതഗതിയിൽ അവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴുള്ള ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ആഴമാണ് ഈ ആനവാരിക്കുള്ളതെന്ന്. എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. സൂമിംഗ് ലെൻസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.